തൃശ്ശൂരിലെ ഒരു ചെറിയ തുണികടയിൽ അച്ഛനെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ തുണികളിൽ നിന്നും വിപരീതമായി സ്വർണ്ണ കച്ചവടം ചെയ്യാൻ ഇറങ്ങി തിരിച്ച് ലോകമെമ്പാടും 315ഓളം ഷോറൂംസും 40,000 കോടി രൂപയുടെ സാമ്രാജ്യം കെട്ടിപ്പൊക്കി. ഇതാണ് TS കല്യാണരാമന്റെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ കഥ. 1909 കല്യാണരാമൻ അയ്യരിൽ തുടങ്ങിയ കല്യാൺ ഗ്രൂപ്പ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ സീതാരാമ അയ്യറായിരുന്നു മേൽനോട്ടം വഹിച്ചത്. സീതാരാമ അയ്യറിൻ്റെ മൂത്ത മകനായിരുന്നു TS കല്യാണരാമൻ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരായിരുന്നു മൂത്ത മോനിട്ടത്. മൂത്ത മകൻ ആയതുകൊണ്ട് തന്നെ 12ാം വയസ്സിൽ തന്നെ വെക്കേഷൻ സമയങ്ങളിൽ കടയിൽ വന്ന് ഇരിക്കാൻ പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. കല്യാണരാമനും സന്തോഷത്തോടെ കടയിൽ വന്നിരിക്കുമായിരുന്നു. ബട്ട് ആ സന്തോഷം വേറൊരു കാര്യത്തിനായിരുന്നു. കടയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നല്ല ചൂട് മസാല ദോശ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ആ സമയത്ത് മസാല ദോശയായിരുന്നു കടയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. എന്നാൽ സമയം കടന്നതും ബിസിനസ്സിൽ താല്പര്യം കൂടി കല്യാണരാമന്. അച്ഛൻ എപ്പോഴും കച്ചവടം ചെയ്യേണ്ട രീതികളും കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. 1972 കല്യാണരാമന് ഗ്രാജുവേഷൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ അച്ഛൻ കല്യാൺ ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ ഒരു സ്റ്റോർ തുറന്നു. അതിൻ്റെ ഫുൾ ചാർജ് കല്യാണരാമനെ ഏൽപ്പിക്കുകയായിരുന്നു. ഫുൾ ചാർജ് കിട്ടിയ കല്യാണരാമന് ചുമതലകൾ കൂടി. അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത രീതികൾ ഒരു കുറവുമില്ലാതെ അദ്ദേഹം പാലിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, ഒരിക്കലും കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റ് അടിച്ചേൽപ്പിക്കല്ലേ എന്ന്. കസ്റ്റമേഴ്സിന് എന്ത് ഇഷ്ടമാണോ അത് സെർവ് ചെയ്യണമെന്ന്. അതേപോലെ എന്ത് കംപ്ലയിൻറ്റ്സ് കസ്റ്റമേഴ്സ് കൊണ്ടുവന്നാലും അത് അപ്പോൾ തന്നെ സോൾവ് ചെയ്ത് കൊടുക്കണമെന്ന്. ബിക്കോസ് കസ്റ്റമർ ഈസ് ദ കിങ്. ഇതെല്ലാം അക്ഷരപ്രകാരം പാലിച്ചത് കൊണ്ടാവാം ഒരിക്കൽ പറഞ്ഞ കസ്റ്റമേഴ്സ് കല്യാണിൻ്റെ സ്ഥിരം കസ്റ്റമറായി മാറിയത്. പ്രായം കുറവായതുകൊണ്ട് തന്നെ കല്യാണരാമനെ അദ്ദേഹത്തിൻ്റെ റെഗുലർ കസ്റ്റമർ സ്വാമിക്കുട്ടി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സ് പറയുമായിരുന്നു, സ്വാമിക്കുട്ടി അച്ഛനോട് പറഞ്ഞ ഒരു സ്വർണ്ണക്കട കൂടെ തുറക്കാൻ. അതാകുമ്പോൾ തുണി എത്ര വിശ്വാസത്തോടെ വാങ്ങാൻ പറ്റുമോ അത്രയും വിശ്വാസത്തോടെ സ്വർണം വാങ്ങാനും പറ്റുമല്ലോ. കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായ പ്രകാരമായിരുന്നു കല്യാണരാമൻ കല്യാണിന് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വേണമെന്ന് ചിന്തിച്ചു തുടങ്ങി. കല്യാണരാമൻ സ്വർണ്ണക്കട തുറക്കണ കാര്യം അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ സമ്മതവും ഉപദേശപ്രകാരം അദ്ദേഹം ഒരു യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ആ യാത്ര കേരളവും തമിഴ്നാട്ടിലെയും നിരവധി സ്വർണ്ണക്കടകൾ നിരീക്ഷിക്കാനായിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ കണ്ടു പഠിക്കാനും കുറവുകൾ മനസ്സിലാക്കാനും കൂടെയായിരുന്നു. അങ്ങനെ യാത്രകളുടെ ഇടയിൽ അദ്ദേഹം നിരീക്ഷിച്ച കടകളിൽ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റി. ആദ്യത്തെ പ്രശ്നമായിരുന്നു സ്പേസ്. 1900കളിൽ സ്വർണ്ണക്കടകൾ മിക്കതും ചെറിയ കടകളായിരുന്നു. ആ കാരണമാൽ തിരക്കുള്ള സമയങ്ങളിൽ കുറച്ച് കസ്റ്റമേഴ്സ് ഇരിക്കുകയും കുറച്ച് കസ്റ്റമേഴ്സ് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ടായിരുന്നു. രണ്ടാമത് അദ്ദേഹം കണ്ടത് മിക്ക കടകളും സ്റ്റോക്സ് ലിമിറ്റഡ് ആയിരുന്നു. സപ്പോസ് ഇപ്പോൾ ഒരു കല്യാണ പാർട്ടിക്ക് സ്വർണം എടുക്കണമെങ്കിൽ സ്വർണത്തിൻ്റെ ഓർഡർ കൊടുത്ത് 2-3 മാസത്തിന് ശേഷം മാത്രമായിരുന്നു അവർക്ക് സ്വർണം കിട്ടുകയുള്ളൂ. മൂന്നാമത് അദ്ദേഹം ശ്രദ്ധിച്ച കാര്യമായിരുന്നു കസ്റ്റമേഴ്സിന് അവർ വാങ്ങുന്ന ഗോൾഡിനുള്ള ട്രസ്റ്റ് ഇഷ്യൂ. കസ്റ്റമേഴ്സ് വാങ്ങുന്ന ഗോൾഡിൻ്റെ പ്യൂരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് വിശ്വസത വരുത്താനുള്ള ഒരു സിസ്റ്റം അന്ന് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ 1993 ഏപ്രിൽ 8 തൃശ്ശൂരിൽ തന്നെ കല്യാണരാമൻ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ആദ്യത്തെ ഷോറൂം തുറന്നു. ഫുള്ളി സെൻട്രലൈസ് AC-യും പാർക്കിംഗ് ഫെസിലിറ്റിയോടൊപ്പം ഒരു 4000 സ്ക്വയർ ഫീറ്റിൽ ഒരു വലിയ ഷോറൂമിൽ നിന്നായിരുന്നു കല്യാണരാമൻ തുടക്കം കുറിച്ചത്. മറ്റേ കടകളെ പോലെ ലിമിറ്റഡ് സ്റ്റോക്ക് വയ്ക്കാതെ അദ്ദേഹം ആദ്യമേ മാക്സിമം സ്റ്റോക്ക് കല്യാൺ ജ്വല്ലേഴ്സിൽ കീപ്പ് ചെയ്തു. 50 ലക്ഷം രൂപയുടെ ക്യാപിറ്റലായിരുന്നു അദ്ദേഹം അന്ന് ഇൻവെസ്റ്റ് ചെയ്തത്. കേൾക്കുമ്പോൾ കുറവായിട്ട് തോന്നുമെങ്കിലും അന്ന് 1 ഗ്രാം സ്വർണ്ണത്തിന് 300 രൂപയായിരുന്നെങ്കിൽ ഇന്ന് അത് 14,000 കടന്നിരിക്കുകയാണ്. അദ്ദേഹം കസ്റ്റമേഴ്സിനെ വിശ്വാസന വരുത്താനായി BIS മുദ്ര പതിപ്പിച്ച സ്വർണ്ണങ്ങൾ മാത്രം കല്യാൺ ജ്വല്ലേഴ്സിൽ വച്ച് തുടങ്ങി. അതേപോലെ ഓരോ ആഭരണങ്ങളിലും MRP വെച്ച് ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്തു. ഇതെല്ലാം വലിയ തോതിൽ ജനങ്ങളുടെ വിശ്വാസത നേടാനായി കല്യാൺ ജ്വല്ലേഴ്സിനെ സഹായിച്ചു. അന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സ് പറഞ്ഞ പോലെ അവർക്ക് എത്ര വിശ്വാസത്തോടെ തുണികൾ എടുക്കാൻ പറ്റിയോ ഇപ്പം അത്രയും വിശ്വാസത്തോടെ സ്വർണം എടുക്കാനും പറ്റി. പിന്നീട് വിശ്വാസം എന്ന വാക്ക് കല്യാണിന്റെ ടാഗ് ലൈനായി മാറി. വിശ്വാസം അതല്ലേ എല്ലാം. കല്യാൺ ജ്വല്ലേഴ്സ്, വിശ്വാസം അതല്ലേ എല്ലാം. തൃശ്ശൂരിൽ തുടങ്ങി വൻ വിജയം കിട്ടിയ കല്യാൺ ജ്വല്ലേഴ്സ് പാലക്കാടിലും ഷോറൂം തുറന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ 5 മകന്മാർക്കും ഓരോ കടകൾ കൊടുത്ത പോലെ അദ്ദേഹത്തിന്റെ 2 മകന്മാർക്കും ആയി തൃശ്ശൂരിലെയും പാലക്കാടിലും ഷോറൂം കൊടുക്കണമെന്ന് കല്യാണരാമൻ തീരുമാനിച്ചു. എന്നാൽ തൊട്ടടുത്ത സമയം തന്നെ കല്യാൺ കോയമ്പത്തൂരിലും വന്നു. പിന്നീട് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന പോലെ എങ്ങനെയോ അദ്ദേഹം പോലും അറിയാതെ പിന്നീട് കല്യാൺ കേരളത്തിൽ 140ഓളം ഷോറൂംസും ഇന്ത്യ അങ്ങോളം 270ഓളം ഷോറൂംസും ലോകം അങ്ങോളം 315 ഷോറൂംസായി മാറി. മലയാളികൾക്ക് കല്യാണമായിട്ട് ഒരു ബോണ്ട് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷെ കല്യാൺ വേറെ സംസ്ഥാനങ്ങളിൽ എങ്ങനെ ചിറക് വിരിച്ചു എന്ന തികച്ചും ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. അതിനായി അവർ ആദ്യം യൂസ് ചെയ്ത ഫാക്ടറായിരുന്നു ഹൈപ്പർ ലോക്കൽ സ്ട്രാറ്റജി. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ട്രഡീഷനാണ്. അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും ആഭരണങ്ങളിലും ഓരോ ട്രഡീഷനാണ് ഉള്ളത്. തൃശ്ശൂരിലെ കല്യാണിലുള്ള ആഭരണങ്ങൾ ആയിരിക്കില്ല ചെന്നൈ കല്യാണിയിൽ പോയാൽ കിട്ടുന്നത്. അതേപോലെ ആയിരിക്കും മുംബൈയിലും. അതേപോലെ സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ടേസ്റ്റും ടൗണിലും നാട്ടും പ്രദേശം ജീവിക്കുന്ന ആൾക്കാരുടെ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും.
സിറ്റിയിലുള്ള ആൾക്കാർ മേ ബി കൂടുതലും ലൈറ്റ് ആൻഡ് മോഡേൺ സ്റ്റൈൽ ഓർണമെൻറ്റ്സ് ലൈക്ക് ഡയമണ്ട്സും പ്ലാറ്റിനംസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നുവെങ്കിൽ നാട്ടും പ്രദേശത്തുള്ളവർ കൂടുതലും ട്രഡീഷണൽ സ്റ്റൈൽ ഓർണമെൻറ്റ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കല്യാൺ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർക്ക് വേണ്ടി അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് ഓർണമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തു. രണ്ടാമത് കല്യാൺ ചെയ്ത സ്മാർട്ട് മൂവായിരുന്നു സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ്സ്. സ്വർണം വിലപ്പെട്ടതായതുകൊണ്ട് തന്നെ അതിൻ്റെ വിശ്വസ്തത കൂടുതൽ വരുത്താനായി കല്യാൺ ഓരോ റീജിയനിലെയും അവിടുത്തെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള സെലിബ്രിറ്റീസിനെ കൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു. നോർത്തിൽ അമിതാഭ് ബച്ചൻ, കട്രീന കൈഫ്, ആന്ധ്രയിൽ നാഗാർജുൻ, തമിഴ്നാട്ടിൽ പ്രഭു, കേരളത്തിൽ മഞ്ജു വാര്യർ, ഇവരെല്ലാവരും അവരുടേതായ ഇടങ്ങളിൽ കല്യാൺ എന്ന ബ്രാൻഡിനെ വാല്യൂ കൂട്ടി. മൂന്നാമത് കല്യാൺ ഫോക്കസ് ചെയ്ത കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് ആയിരുന്നു. ഏറ്റവും വലിയ സർപ്രൈസിങ് എലിമെൻ്റാണ് ഇപ്പോഴും കല്യാണരാമൻ ഡെയിലി ഒരു മുടക്കവും വരാതെ 4-5 കസ്റ്റമേഴ്സിനെ റാൻഡമായിട്ട് വിളിച്ച് അവരുടെ ഫീഡ്ബാക്ക് വാങ്ങാറുണ്ട്. കല്യാണിലെ ഓരോ സ്റ്റാഫിനും ക്വാളിറ്റി ട്രെയിനിങ് കൊടുത്ത് അവരെ കസ്റ്റമേഴ്സിനെ എങ്ങനെ എഫിഷ്യൻ്റ്ലി ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടാണ് അവരെ വർക്കിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതായിരുന്നു കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി ദേ യൂസ് ടു എക്സ്പാൻഡ് ദ ബിസിനസ് ഇൻ അതർ സ്റ്റേറ്റ്സ്. സത്യം പറഞ്ഞാൽ പറയാനാണെങ്കിൽ ഇനിയും കുറേ ഉണ്ട്. പിന്നെ വീഡിയോയുടെ ലെന്തും കൂടും, എൻ്റെ എഡിറ്ററിൻ്റെ പണിയും കൂടും. കല്യാണിൽ 12,000-ലധികം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 25,000 കോടിയിൽ അധികം ആനുവൽ ടേൺ ഓവർ കാഴ്ചവെച്ചു കല്യാൺ. ജൂവലറി രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ കല്യാൺ ഡെവലപ്പേഴ്സ് എന്ന പേരിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തും റീസെൻ്റ്ലി കല്യാൺ മാട്രിമോണി എന്ന പേരിലും മാട്രിമോണിയൽ ബിസിനസ്സിൽ കൂടെ കല്യാൺ സജീവമായി തുടങ്ങി. കല്യാൺ ജുവലേഴ്സ് ആയാലും കല്യാൺ സിൽക്ക് ആയാലും കല്യാൺ സാരീസ് ആയാലും അവരുടേതായ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും സ്ട്രോങ് പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണമാണ് അവർ കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യവും അതിൽ നിന്ന് പകർന്നു കിട്ടിയ വാല്യൂസും കച്ചവട രീതികളും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഡു സബ്സ്ക്രൈബ് ബിസിനസ് വിഷ്.